ഇഡിക്കേഷൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണേ. നമുക്കിന്ന് കോൾഗേറ്റ് വെച്ച് എന്തൊക്കെ ടിപ്സാണ് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ കിച്ചണിൽ നമുക്കത് വെച്ച് യൂസ് ചെയ്യാമെന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. കോൾഗേറ്റ് നമ്മൾ പല്ല് തേക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നമുക്ക് കിച്ചണിലും അതുപോലെ തന്നെ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കോൾഗേറ്റും കൊണ്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നോക്കി നോക്കാം. അതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. എങ്കിലാണ് ഞാനിടുന്ന നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ കുറച്ച് ടിപ്സുകൾ കണ്ടു നോക്കാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ എല്ലാ സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമുക്ക് ഒന്നാമത്തെ ടിപ്സിലേക്ക് പോകാം. ഞാൻ ആദ്യമായിട്ടൊരു മൗത്ത് വാഷാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു മൗത്ത് വാഷ് നമുക്ക് കോൾഗേറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് ഞാൻ ഇതുപോലെ കുറച്ച് കോൾഗേറ്റ് മതി കേട്ടോ. കുറച്ച് കോൾഗേറ്റ് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് നാരങ്ങയുടെ നീരാണ്. നാരങ്ങയുടെ നീര് നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആ ചെറിയൊരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കൂളിംഗ് ആയിട്ടുള്ള ഇഫക്റ്റ് കിട്ടും നമ്മളുടെ മൗത്തിന്. അതുപോലെ തന്നെ ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കാനായിട്ട് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. യാത്രയൊക്കെ പോകുമ്പോൾ നമുക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കണ്ടോ, നമ്മളുടെ മൗത്ത് വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല എളുപ്പമാണ് യൂസ് ചെയ്യാനായിട്ട്. നന്നായിട്ടൊന്ന് ഗാർഗിൾ ചെയ്ത് കളഞ്ഞാൽ മതിയാകും. നല്ല ഇഫക്റ്റീവായിട്ടുള്ളൊരു റെമഡിയാണ്. നമുക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ കറയൊക്കെ, നമ്മുടെ പല്ലിലെ കറയൊക്കെ നന്നായിട്ട് പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു റെമഡിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത ടിപ്സിലേക്ക് പോവാം. അടുത്ത കോൾഗേറ്റ് വെച്ച് ചെയ്യാൻ പറ്റുന്നൊരു കിടിലൻ ടിപ്പാണ്. നമ്മളുടെ വീട്ടിലുള്ള നമ്മൾ പാത്രങ്ങളൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഹോൾഡർ ഉണ്ടല്ലോ, അതുപോലത്തെ ആ ഒരു ഹോൾഡർ നല്ല തുരുമ്പൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട് വേഗം തന്നെ. അപ്പോൾ അതിൽ നിന്ന് നന്നായിട്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതാ ഇതുപോലെ കോൾഗേറ്റ് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ച് കോൾഗേറ്റ് മതി കേട്ടോ, അതിനൊന്നും ഒരുപാട് കോൾഗേറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മളുടെ ലൈറ്റർ ഉണ്ടല്ലോ, ഗ്യാസ് ലൈറ്റർ, അതും ഏത് നേരവും നമുക്കറിയാം വേഗം തന്നെ തുരുമ്പെടുക്കാൻ ചാൻസ് ഉള്ളൊരു സാധനമാണ്. അപ്പോൾ അതിനും നല്ലൊരു റെമഡിയാണ് ഈ കോൾഗേറ്റ്. കണ്ടോ, ഇതുപോലെ ഒന്ന് ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തുരുമ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബ്രഷ് വെച്ചും കൂടി ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുക. നന്നായിട്ട് ക്ലീനായി കിട്ടും കേട്ടോ. നമ്മളുടെ ലൈറ്ററൊക്കെ നല്ല പുതിയതുപോലെ ആയി കിട്ടും. അപ്പം കണ്ടോ, ഞാൻ കാണിച്ചു തരാം. നന്നായിട്ട് ക്ലിയർ ആയി കിട്ടും. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. നല്ല ഇഫക്റ്റീവാണ്, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. കണ്ടോ, നന്നായിട്ട് ഉരച്ചു കൊടുക്കുക. അതിൻ്റെ ആ ഒരു ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കും. ഈ ഒരു രീതിയിലേക്ക് കിട്ടും കേട്ടോ നമ്മുടെ ലൈറ്ററൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ് ഒരു ബ്ലീച്ചിങ് ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള, നമ്മളുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. നമ്മൾ ആ എടുത്ത നാരങ്ങ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഫ്രഷ് നാരങ്ങ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതുപോലെ കുറച്ച് കോൾഗേറ്റ് ആ നാരങ്ങയുടെ മുകളിലേക്ക് ഒന്ന് പുരട്ടി വെക്കുക. അതിനുശേഷം നമ്മൾ എവിടെയാണോ നമുക്ക് ബ്ലീച്ചിങ് ഇഫക്റ്റ് ആവശ്യമുള്ളത് ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കൈകളിലാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഫേസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, പക്ഷേ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഫേസിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ചിലർക്ക് അലർജിയൊക്കെ വരുമല്ലോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. നമുക്ക് ഏതെങ്കിലും അവസരത്തിൽ വേഗത്തിൽ കല്യാണത്തിനൊക്കെ പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ലൊരു വൈറ്റ്നെസ്സും അതുപോലെ തന്നെ നല്ലൊരു തിളക്കമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ സഹായിക്കുന്നുണ്ട്. പിന്നെ നാരങ്ങയുടെ നീര് നമ്മളുടെ കയ്യിലെ വിരലുകൾക്ക്, നഖങ്ങൾക്കൊക്കെ വളരെയധികം നല്ലതാണ്. ക്യൂടെക്സ് ഇട്ടതുകൊണ്ട് അത്ര എഫക്റ്റീവ് ആവില്ല കേട്ടോ. പക്ഷേ എങ്കിൽ ക്യൂടെക്സ് ഇടാത്ത നഖങ്ങളാണെങ്കിൽ നമ്മൾ നന്നായിട്ട് നമ്മളുടെ നഖത്തിൻ്റെയൊക്കെ കളറൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മളെ നാരങ്ങ നീര് നന്നായിട്ട് സഹായിക്കും. കണ്ടോ, നന്നായിട്ട് ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ടിപ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വളരെ സിമ്പിളാണ്, പക്ഷേ നമുക്ക് നല്ല ഇഫക്റ്റീവുമാണ്. ഓക്കെ, അടുത്ത ടിപ്പ് വളരെയധികം യൂസ്ഫുള്ളാണ്. നമ്മളുടെ കോൾഗേറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ നോൺ സ്റ്റിക്ക് പാനൊക്കെ നന്നായിട്ട് വൃത്തിയാക്കാനായിട്ട് പറ്റും.
നമ്മളുടെ നോൺ സ്റ്റിക്ക് പാൻ ഇതുപോലത്തെ ഒരു ഡോട്ടഡ് ആയിട്ടുള്ള നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ നമുക്കറിയാം കുറച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ നിറമൊക്കെ മങ്ങി വളരെയധികം മോശമായിട്ട് പോകും. അതുപോലെ തന്നെ നല്ല മഞ്ഞളിൻ്റെയും അതുപോലെ തന്നെ മുളകിൻ്റെയൊക്കെ ഒരു കളറൊക്കെ വന്ന് അതിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ടിപ്പാണ് ഇതുപോലെ കുറച്ച് കോൾഗേറ്റ് തേച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളവും കൂടി തേച്ച് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇത് നമ്മളുടെ നോൺ സ്റ്റിക്ക് പാനിൻ്റെ മുകളിൽ മാത്രമല്ല താഴ്വശത്തും ചെയ്യാം കേട്ടോ, നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ഞാനിവിടെ മുകളിൽ മാത്രമാണ് ചെയ്ത് കാണിക്കുന്നത്. കണ്ടോ, ഇതുപോലെ എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മളുടെ നോൺ സ്റ്റിക്ക് പാന് പുതിയതുപോലെ ആക്കി തരും കേട്ടോ ഈ കോൾഗേറ്റ്. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്, എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. സ്റ്റീൽ പാത്രങ്ങളിലും ഇതുപോലെ ചെയ്യാം കേട്ടോ. നമുക്കിപ്പം നല്ലൊരു കളറ് വേണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ കൂജ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടല്ലോ, അതിനകത്തൊക്കെ നമുക്കിങ്ങനെ ഒന്ന് ഈ കോൾഗേറ്റ് അപ്ലൈ ചെയ്താൽ വളരെയധികം യൂസ്ഫുള്ളാണ്, നല്ല തിളക്കം കിട്ടും. അപ്പോൾ നമ്മളുടെ നോർമൽ പാത്രങ്ങളൊന്നും നമുക്ക് അത്രയും തിളക്കത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന പൂജാ പാത്രങ്ങൾ അങ്ങനെയൊക്കെയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് നല്ലതായിട്ട് വെളുപ്പിക്കാനായിട്ട് നല്ല കളറ് വരാനായിട്ട് സഹായിക്കും. ആ സ്റ്റീലാണെങ്കിൽ സ്റ്റീലിൻ്റെ കളറ് നന്നായിട്ട് കിട്ടും. അതുപോലെ തന്നെ നന്നായിട്ട് അതിൻ്റെ ആ ഒരു നിറമൊക്കെ നന്നായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി ഞാനിതിവിടെ നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് വെക്കുന്നുണ്ട്. അതിനുശേഷം മാത്രം നന്നായിട്ട് സോപ്പ് ഓയിൽ ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ നല്ല വ്യത്യാസം വരും കേട്ടോ. കണ്ടോ, നമ്മളുടെ പാൻ നല്ല പുതിയതുപോലെ ആയിട്ടുണ്ട്. അപ്പം ഈ ടിപ്പും എല്ലാവർക്കും പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ, നമ്മളുടെ കിച്ചണിൽ നമ്മളെ സഹായിക്കും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. അടുത്ത ടിപ്പെന്ന് പറയുന്നത്, നമ്മളുടെ വീട്ടിലൊക്കെ ഷൂ കാണുമല്ലോ, നന്നായിട്ട് നല്ല വെള്ള കളറിലുള്ള ഷൂ കാണും. പക്ഷേ സൂക്ഷിക്കാൻ വളരെയധികം പാടാണ്. വൈറ്റ് കളറുള്ള, ഞാനാണെങ്കിൽ മോനോട് പറയും നിങ്ങൾ എടുക്കരുതേ വൈറ്റ് കളറുള്ള എടുക്കരുതേ എന്ന് പറയും. കാരണം അത് സൂക്ഷിക്കാൻ ഭയങ്കര പാടാണ്. കുറച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം ഡേർട്ടി ആയിട്ടിരിക്കും. അപ്പോൾ അതിനൊക്കെ ഒരു മോചനമാണ് കണ്ടോ, നമ്മളുടെ ആ വൈറ്റ് ഷൂസിൻ്റെ ഭാഗത്ത് ഇതുപോലെ കോൾഗേറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ തന്നെ ഒരു ബ്രഷ് ഉപയോഗിച്ചോ കൈ ഉപയോഗിച്ചോ തേക്കാം കേട്ടോ. ഞാനിവിടെ കൈ ഉപയോഗിച്ചെന്നേ ഉള്ളൂ. ബ്രഷ് ഉപയോഗിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് തേക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിയുമ്പം കഴുകി കളയുക. കണ്ടോ, അത് തേക്കാത്ത ഭാഗവും തേച്ച ഭാഗവും കൂടെ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, നല്ല ഇഫക്റ്റീവാണ് കേട്ടോ. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, മൊബൈൽ ഫോണും മൊബൈലിൻ്റെ ചാർജറൊക്കെ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം യൂസ്ഫുള്ളാണ്. കണ്ടോ, ഈ ചാർജറിൻ്റെ വൈറ്റ് ചാർജറാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേനും വളരെയധികം ഡേർട്ടി ആയി പോകാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഈ ടിപ്പ് വളരെയധികം ഉപകാരപ്പെടും. അതിലേക്ക് ഞാൻ ഇതുപോലെ കുറച്ച് കോൾഗേറ്റ് മതി കേട്ടോ തേച്ച് കൊടുക്കുക. നന്നായിട്ട് ആ ചാർജറിലേക്ക് ആ വൈറ്റ് ഭാഗത്തേക്ക് തേച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇഫക്റ്റീവാണ്, നല്ല കളറിലേക്ക് വരും. നമ്മളുടെ ചാർജറുകൾ എത്ര സൂക്ഷിച്ചാലും കുറച്ച് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് അങ്ങ് കളറ് മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. ആ സമയങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. നല്ല ഇഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണേ, എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് നല്ല കളർ കണ്ട തൂവെള്ള കളറിലേക്ക് കിട്ടും. അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും പരീക്ഷിക്കണേ. അടുത്ത ടിപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മളുടെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറയുടെ ക്ലാരിറ്റിയൊക്കെ ചിലപ്പം നന്നായിട്ട് മങ്ങിപ്പോകാറുണ്ട്. അതിൽ എണ്ണമയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പാടില്ല. നമ്മൾ പിക്ചർ എടുക്കുമ്പോൾ അത്രയും ക്ലാരിറ്റി ഒന്നും കിട്ടാറില്ല. അപ്പോൾ അതിലേക്കുള്ളൊരു റെമഡിയാണ് നമ്മളുടെ മൊബൈലിൻ്റെ ക്യാമറയുടെ ആ ഭാഗത്ത് ഇതുപോലെ കുറച്ച് മതി കേട്ടോ, വളരെ ചെറിയൊരു എമൗണ്ട് നമ്മളുടെ കോൾഗേറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ക്യാമറയുടെ ഭാഗത്ത് മാത്രമല്ല, നമുക്ക് ഡിസ്പ്ലേയും നമുക്കിങ്ങനെ തന്നെ വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പം ഇതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലൊരു കോട്ടനായിട്ടുള്ള തുണിയുണ്ടോ എന്തെങ്കിലും കൊണ്ട് നന്നായിട്ട് പതുക്കെ തുടച്ചു കൊടുക്കുക. നല്ല ക്ലാരിറ്റിയോടുകൂടി നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ടിപ്പും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നത്തെ നമ്മളുടെ ടിപ്സ്, നമ്മളുടെ വെള്ളിക്കൊലുസ്, വെള്ളി ആഭരണങ്ങൾ ഒക്കെ നമുക്ക് നന്നായിട്ട് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും നമ്മളുടെ കോൾഗേറ്റ് കൊണ്ട്. ഇതും നല്ല ഇഫക്റ്റീവാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളുടെ വീട്ടിലുള്ള വെള്ളിയൊക്കെ വേഗം കറുത്തു പോകാറുണ്ട്. കുട്ടികളുടെ ആണെങ്കിൽ പോലും കുലുസൊക്കെ വളരെ വേഗത്തിൽ കറുത്തു പോകാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതുപോലെ കോൾഗേറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കറുത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ കോൾഗേറ്റ് തേച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം കഴുകുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആക്കാനേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ കഴുകിയെടുക്കാം. കണ്ടോ, നല്ല കടയിൽ നിന്ന് മേടിക്കുന്ന അതേ രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മളുടെ പഴകിയ സ്വിച്ചുകളൊക്കെ നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കി ക്ലീനാക്കി വെക്കാം. ഇത് ചെയ്യുമ്പം കുറച്ച് കെയർഫുള്ളായിട്ട് ചെയ്യണം കേട്ടോ, കാരണം കറണ്ടാണ്. അപ്പം ഇത് വൃത്തിയാക്കാനായിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ടിരിക്കുന്ന ആ ഭാഗത്തൊക്കെ നമുക്ക് പൊടിയൊക്കെ പിടിച്ചിരിക്കുന്ന ആ ഭാഗത്ത് നമുക്ക് നന്നായിട്ട് നമ്മുടെ കോൾഗേറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. നല്ല കളർ വരും കേട്ടോ, നല്ല വിസിബിളായിട്ടുള്ള നല്ല വൈറ്റ് കളറിലേക്ക് പോകും. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ കെയർഫുള്ളായിട്ട് ചെയ്യുക. സ്വിച്ചൊക്കെ ഓഫ് ചെയ്തതിന് ശേഷവും അതുപോലെ തന്നെ കറണ്ട് സപ്ലൈ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ചെയ്യാൻ പാടുള്ളൂ. ഇത് നന്നായിട്ട് നമുക്ക് ക്ലിയർ ആക്കി കിട്ടും. നല്ലൊരു ടിപ്പാണ്. കണ്ടോ, നന്നായിട്ട് ചെളിയൊക്കെ നന്നായിട്ട് ഇളകി പോകും കേട്ടോ. അപ്പോൾ നമ്മളുടെ ഒന്ന് ക്ലീൻ ആക്കുന്ന സമയത്ത് നമുക്കിതൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. പിന്നെ നിങ്ങളിത് ചെയ്തതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് മാത്രമേ ഈ പ്ലഗൊക്കെ ഓൺ ആക്കാവുള്ളൂ. നന്നായിട്ട് ഉണങ്ങണം കേട്ടോ. ആ ഭാഗമൊക്കെ നന്നായിട്ട് നമ്മുടെ വെള്ളമയമൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്തെ വെള്ളമയമൊക്കെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം സ്വിച്ചൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ. കണ്ടോ, നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ സ്വിച്ച് ബോർഡ് കുറച്ച് പഴയതാണ്, പക്ഷേങ്കിൽ എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇന്നത്തെ ടിപ്പ് നമുക്ക് നമ്മളുടെ കോൾഗേറ്റ് ഉപയോഗിച്ച് നമ്മുടെ കണ്ണാടിയൊക്കെ നല്ല ക്ലിയർ ആക്കി എടുക്കാം കേട്ടോ. നമ്മളുടെ അലമാരി കണ്ണാടിയൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടി നമുക്ക് നല്ല ഹെൽപ്പ് ചെയ്യും കോൾഗേറ്റ്. ഇതുപോലെ ഒന്ന് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു തുണി ഉപയോഗിച്ചോ ടിഷ്യൂ ഉപയോഗിച്ചോ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് തുടച്ചെടുത്താൽ മതിയാകും. നല്ല ക്ലിയർ ആയി കിട്ടും നമ്മളുടെ കണ്ണാടി. അതുപോലെ നമ്മളുടെ സ്പെറ്റ്സും ഇതുപോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല എഫക്റ്റീവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും വീഡിയോസ് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.